ഹലോ മൈ ഡിയേഴ്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഞാൻ എന്താ പഠിപ്പിച്ചേ? പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പഠിപ്പിച്ചത് അല്ലേ? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റ്സിനെ കുറിച്ച് പഠിപ്പിച്ചു. എല്ലാവരുടെയും ഷോർട്ട് കട്ട് പഠിപ്പിച്ചില്ലേ? ഇല്ലേ? പഠിച്ചു എല്ലാവരും? സെറ്റാണ്, ഓക്കെയാണ്. ആ ഷോർട്ട് കട്ടൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, മറന്നു ഞാൻ നോക്കട്ടെ. റെഡി? തന്നെ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏതാ? ഹലോ, ഹലോ ലൈനയ്ക്ക് റോബർട്ട്, അതല്ലേ പറഞ്ഞോ? ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട്. രണ്ടാമത്തെ എന്താ ഓർമ്മയില്ലേ? രണ്ടാമത്തെ പറഞ്ഞേ എന്താ പറഞ്ഞോ? ബെന്നിയുടെ, അതന്നെ ബെന്നിയുടെ മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ രണ്ടായി കിടന്നു. ഓക്കെയാണോ? ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ പൊതുവായിട്ട് എന്താ വിളിച്ച്? ആൽക്കലി മെറ്റൽസ് എന്ന് വിളിച്ചു അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് നമ്മൾ എന്താ വിളിച്ച്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിച്ചു അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ, ഞാൻ അങ്ങനെ വരയ്ക്കാൻ പോട്ടാ. റെഡി? ഓക്കെ, ഞാൻ എലമെന്റ്സിന്റെ പേരൊക്കെ ഒന്ന് വെറുതെ റഫായിട്ട് എഴുതുന്നുണ്ട് കേട്ടാ. സ്കാൻഡിയം, ടൈറ്റാനിയം, പറഞ്ഞോ ഒരുമിച്ച്, അറിയിച്ച പറയാട്ടാ. ഞാൻ ഒരുമിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാം, ഷോർട്ട് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു തരാം കേട്ടാ. വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, ഏതാ മുകളിൽ അടുത്ത ഗ്രൂപ്പ് പഠിക്കട്ടെ. ആദ്യം നമുക്ക് ഇങ്ങനെ പഠിക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിങ്ങനെ പഠിക്കാം. നോക്കാം. റെഡി? എല്ലാവരും പഠിച്ചു നോക്കോ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓക്കെ, നോക്കാം. എലമെന്റ് പേര് പറയാം. ഈ ഗ്രൂപ്പിനെ നോക്കാം. ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇത് 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ എന്താ വരിക? ഇത് 13 അല്ലേ? ഓക്കെ, 13ാമത്തെ ഗ്രൂപ്പിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ബോറോൺ ഫാമിലി. എന്താ വിളിക്കുക? ബോറോൺ ഫാമിലി. ക്ലിയർ? കേട്ടില്ലേ? ആദ്യമായിട്ട് കേൾക്കുക അല്ലേ? യെസ്. നമുക്ക് എലമെന്റ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാദ്യം അല്ലേ? പരിചയപ്പെടണ്ടേ നമുക്ക് എല്ലാ എലമെന്റ്സിനെയും? പേരൊക്കെ പഠിക്കണ്ടേ? യെസ്. നമുക്ക് നാളത്തെ വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ ആവേണ്ട ആൾക്കാരല്ലേ? നോക്കുക. ബോറോൺ, അലുമിനിയം, ഗാലിയം എന്ന് പറഞ്ഞ ബോറോൺ, പറഞ്ഞോ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. എന്താ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓക്കെ അല്ലേ? നമുക്കൊന്ന് പഠിക്കണ്ടേ? അറ്റോമിക് നമ്പർ ഒന്ന് എഴുതാം. നോക്കുക. 5 അല്ലേ? നമ്മൾ എഴുതിയ അടുത്തെന്താ? 13 അല്ലേ? നമ്മൾ 5നോട് 8 കൂട്ടി 13 അല്ലേ? അടുത്തെന്താ? നമുക്ക് അടുത്തെഴുതാം 31 അല്ലേ? നമുക്ക് അറിയാം, കൂട്ടി എഴുതിക്കോളൂ എല്ലാവരും അല്ലേ? എല്ലാവരും കൂട്ടി എഴുതട്ടെ. എല്ലാവരും എഴുതുക, കൂട്ടി എഴുതിക്കോളൂ. നമുക്ക് ആദ്യത്തെ 2 മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള നമുക്ക് അറ്റോമിക് നമ്പർ അറിയേണ്ട ആവശ്യമില്ല കേട്ടാ. +2 കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, റെഡി? അപ്പൊ ഞാൻ ആദ്യത്തെ 2 മൂന്നൊക്കെ എഴുതുന്നുള്ളൂ, കൂട്ടി എഴുതേണ്ട ആവശ്യമില്ല കേട്ടാ. നോക്കാം. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. നമുക്ക് എലമെന്റിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ബാബുവിന്റെ അലുവ. ഷോർട്ട് കട്ട് വേണ്ടേ? പറഞ്ഞില്ലാരോ, ഞാൻ പറഞ്ഞു പോയതാ. ഷോർട്ട് കട്ട് വേണ്ടേ? ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. തിന്ന അലുവ. ഓക്കെ, മനസ്സിലായാലും എല്ലാവരും ഓർത്തേ. ഇതാ ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. ഓക്കെ, ഓരോ എലമെന്റ് പേര് മറക്കരുത്. ഏതൊക്കെയാ ഒന്ന് പറയാ. നോക്കുക. എന്താ? ബോറോൺ, അതന്നെ ബോറോൺ. അടുത്ത എലമെന്റ് പേരെന്താ? അലുമിനിയം. എന്താ പറഞ്ഞേ? അലുമിനിയം. അടുത്ത ഗാലിയം, അടുത്ത ഇൻഡിയം, അടുത്ത താലിയം. ഓക്കെ അല്ലേ? ഈ പേര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് പറയുന്നത്. അപ്പൊ ഷോർട്ട് കട്ട് എല്ലാവരും മനസ്സിലുണ്ടാവണം. ഏതാ? ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. എളുപ്പല്ലേ? എന്താ? ബാബുവിന്റെ അലുവ. പറഞ്ഞോ ഇതൊക്കെയാ? ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. റെഡി? ബാബുവിന്റെ അലുവ. അങ്ങനെ വെറുതെ അങ്ങനെ റോഡ് കൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ പഠിക്കുക. ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. ആൾക്കാർ ഒരിക്കലും പ്രാന്താ വിചാരിക്കും. ഓക്കെ, റെഡി? ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. റെഡി? അടുത്ത് പറയാം. യെസ്, നോക്കാം. 14ാമത്തെ ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാർബൺ ഫാമിലി. റെഡി? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. ഈ 2 എലമെന്റ് നമുക്ക് പുതുതാ അറിയില്ലല്ലോ എല്ലാവർക്കും. നോക്കുക. ടിൻ എന്ന് പറഞ്ഞൊരു SN എഴുതി, ലെഡ് എന്ന് എഴുതി, PB എന്നൊക്കെ എഴുതി അല്ലേ? നമുക്ക് ഒന്നുകൂടി പറയാം. ഇതൊക്കെ എലമെന്റ് പേരെന്താ? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. ഓക്കെ അല്ലേ? കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. ടിൻ SN നോക്കിട്ടാ, SN എഴുതിയില്ലേ? എന്നിട്ട് ടിൻ നോക്കി SN എഴുതിയില്ലേ?
അല്ലെ ടിന്നിന് അല്ലേ PB. എന്നിട്ട് എന്തെഴുതി ലെഡ്. അപ്പൊ ലാറ്റിൻ നെയിം ഉണ്ടാവും ഉറപ്പല്ലേ. അപ്പൊ ടിന്നിന്റെ ലാറ്റിൻ നെയിം എന്തായിരിക്കും? ടിന്നിന്റെ ലാറ്റിൻ നെയിമാണ് സ്റ്റാനം. മാർക്കണ്ട, എന്താ പേര്? സ്റ്റാനം. 8ൽ പഠിച്ചിട്ടുണ്ട് നമ്മള് സ്റ്റാനം. നോക്കുക ലെഡിനെ ഉണ്ടോ പ്ലംബം. വല്ല പേരൊക്കെ അല്ലേ പ്ലംബം. ഓക്കെ 2 ലാറ്റിൻ നെയിം പഠിച്ചില്ലേ? സ്റ്റാനം ആൻഡ് പ്ലംബം. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് ഉഷാറാവട്ടെ. യെസ് കമോൺ. യെസ് റെഡി. നോക്കുക ഞാൻ പറഞ്ഞ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഓക്കെ എന്താ കാർബൺ പറഞ്ഞോളൂ. അറ്റോമിക് നമ്പർ 6 ആ കണ്ട 6 14 32. ഓക്കെ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. മക്കളെ റെഡി അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എല്ലാരും നന്നായി ശ്രദ്ധിക്കുന്നില്ലേ? റെഡി അല്ലേ? ഒന്ന് പറയാം. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. നമ്മൾ നോക്കുക എത്രാമത്തെ ഗ്രൂപ്പാണ് പഠിക്കുന്നത് അറിയാം? 4ാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ എത്രാമത്തെ ഗ്രൂപ്പ് പഠിക്കുന്നത്? 4ാമത്തെ ഗ്രൂപ്പ്. ഒന്ന് എലമെന്റ്സിന്റെ പേരൊക്കെ പറഞ്ഞേ. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. നമുക്കൊരു ഷോർട്ട് കട്ട് എന്ന് പറയല്ലേ? ഷോർട്ട് കട്ട് വേണോ? ആ പറയാം. പറഞ്ഞോളൂ. ഇതാ സ്വന്തമായിട്ട് ഷോർട്ട് കട്ട് പറയാൻ പറ്റുമോ? നോക്കി ഞാൻ പറയാം. കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജി എന്ന് പറയുന്നത് നമുക്ക് പലതാക്കി മാറ്റാം. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ജീൻസ് കൊണ്ട് ടിന്നിലുള്ള ലെഡ് പൊതിഞ്ഞു. ഓക്കെ കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജീൻസ് കൊണ്ട് ടിന്നിലുള്ള ലെഡ് പൊതിഞ്ഞു. എന്താ പറയാ? കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജീൻസ് കൊണ്ട് ടിന്നിലുള്ള ലെഡ് പൊതിഞ്ഞു. ഓക്കെ അല്ലേ? കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജീൻസ് കൊണ്ട് ടിന്നിലുള്ള ലെഡ് പൊതിഞ്ഞു. ഓക്കെ അടുത്ത് പറയാം നമുക്ക്. നോക്കാം. അപ്പൊ എല്ലാരും പഠിച്ചു ചോദിക്കാം. നോക്കുക ഞാൻ പറഞ്ഞു 2 ലാറ്റിൻ നെയിം പറഞ്ഞു. ഇതാ ടിന്നിന്റെ സ്റ്റാനം, ലെഡിന്റെ പ്ലംബം അല്ലെ. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഒന്നുകൂടി എല്ലാരും പറയാ. എലമെന്റിന്റെ പേര് മാത്രം പറഞ്ഞേ. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. സെറ്റ്. ഓക്കെ ഇപ്പൊ 4 ഗ്രൂപ്പ് പഠിച്ചിട്ടോ. 4 ഗ്രൂപ്പ് ഒന്നുകൂടി നമുക്ക് പറയാം. ഹലോ ലൈനയ്ക്ക് റോബർട്ട് ക്ലോസ് ഫ്രണ്ട് അല്ലേ. ബെന്നിയുടെ മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ 2ആയി കിടന്നു. മറക്കരുതിട്ടോ എല്ലാവരും. അടുത്ത് നോക്ക. ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. ഓക്കെ റെഡി. അടുത്ത് കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജീൻസ് കൊണ്ട് ടിന്നിലുള്ള ലെഡ് പൊതിഞ്ഞു. ഓക്കെ സെറ്റ് അല്ലേ? ഈ ജീൻസിന് പകരം വേറെ വലുത് ഉപയോഗിക്കട്ടെ നമുക്ക്. ഓക്കെ അടുത്ത ഗ്രൂപ്പ് 15ാമത്തെ ഗ്രൂപ്പ്. 15ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റ് നൈട്രജൻ ആണ്. നൈട്രജൻ എല്ലാവർക്കും അറിയാം. അറ്റോമിക് നമ്പർ 7. നൈട്രജൻ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താട്ടോ. നൈട്രജൻ. അടുത്ത ആളായിരിക്കും? അടുത്ത ആള് ഫോസ്ഫറസ്. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ? പ്രേതം. നോക്ക നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്. AS ആഴ്സനിക് കുറിച്ചിട്ട് ഭയങ്കര വിവാദം ഇതാ പണ്ട്. ഓക്കെ ആഴ്സനിക്കില് നോക്കിയ ചില വെള്ളത്തിലൊക്കെ ആഴ്സനിക്കിന്റെ അംശം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ കഴിച്ചാൽ യൂറോപ്യൻ കൺട്രിയിലേക്കൊന്നും ആഴ്സനിക്കുള്ള വെള്ളം കൊണ്ടുപോയില്ല. നോക്ക ആഴ്സനിക്. നോക്ക അടുത്താണ് ആന്റിമണി. നോക്ക എഴുതി SB എഴുതിട്ടാ. ആന്റിമണി ആൻഡ് ബിസ്മത്ത്. നോക്കാം നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി. നോക്കുക SB എന്ന് പറഞ്ഞാൽ എന്താ? ആന്റിമണി. ഞാൻ ഇവിടെ എഴുതണ്ടട്ടാ. ആന്റിമണി SB. നോക്കാം എന്തെഴുതാം? SB എന്ന് പറഞ്ഞാൽ ആന്റിമണിയാ. എന്താണ് SB? ആന്റിമണി. ആന്റിമണി എന്ന് പറഞ്ഞാൽ നോക്കിയ SB. നോക്കിയ സ്റ്റിബിയം. ലാറ്റിൻ നെയിം എന്താ? സ്റ്റിബിയം. ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ എന്താണ് ലാറ്റിൻ നെയിം? എന്താ? സ്റ്റിബിയം. ഓക്കെ ആണോ? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. അപ്പൊ ഇതാ 15ാമത്തെ ഗ്രൂപ്പും സെറ്റാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? റെഡി. ഞാൻ ഒന്നുകൂടി പറയാം. നോക്കിയാ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. അതിന് വേറെ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ? ആന്റിമണിയുടെ ലാറ്റിൻ നെയിം എന്താ? സ്റ്റിബിയം. അതുകൊണ്ടാണ് SB എന്ന് എഴുതിട്ടാ. യെസ് ഇത് പഠിക്കാൻ ഷോർട്ട് കട്ട് വേണോ? ഷോർട്ട് കട്ട് വേണ്ടേ? ഇതാട്ടോ ഷോർട്ട് കട്ട് പറയുമ്പോട്ടാ. റെഡി 1 2 3. നിവിൻ പോളി NPA അല്ലേ? ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ ആക്ഷൻ ഹീറോ ബിജു. എന്നിട്ട് പറയാം നിവിൻ പോളി ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ. പറയൂ എന്താ? നിവിൻ പോളി ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ ആക്ഷൻ ഹീറോ ബിജു. ക്ലിയർ അല്ലേ?
നിവിൻ പോളി ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ ആക്ഷൻ ഹീറോ ബിജു. പടം കണ്ടിട്ടുണ്ടാവില്ലേ ഇല്ലേ എല്ലാവരും? ആഹാ, അത് നിവിൻ പോളി. ഓക്കെ, നിവിൻ പോളി ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ ആക്ഷൻ ഹീറോ ബിജു. പഠിച്ചു എല്ലാവരും ഇല്ലേ? ഇപ്പൊ നോക്കിയാ 15 ഗ്രൂപ്പ് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് പഠിച്ചു. നോക്കുക, 1 2 3 4 15 ഗ്രൂപ്പ് വരെ അല്ലേ? 5 ഗ്രൂപ്പ് നമ്മളിപ്പോൾ പഠിച്ചു. യെസ്, ഇനി നമുക്ക് എത്ര ഗ്രൂപ്പ് പഠിക്കാല്ലേ? 3 ഗ്രൂപ്പ് കൂടി പഠിക്കണം അല്ലേ? 16 17 18. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കട്ടാ. ഇവിടെ നോക്കുക, 16ാമത്തെ ഗ്രൂപ്പ് കേട്ടോ. 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആരൊക്കെ നോക്കുക? ഓക്സിജൻ, എല്ലാവർക്കും അറിയണ്ട ഓക്സിജൻ. ആഹാ, സൾഫർ, സെലനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ആ പൊളോണിയം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അല്ലേ? ആ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പൊളോണിയം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഓക്സിജൻ കേട്ടിട്ടുണ്ട് അല്ലേ? സൾഫർ കേട്ടിട്ടുണ്ട്. അത് 2 നമ്മൾ നന്നായി കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓക്സിജൻ ആറ്റം നമ്പർ 8 ആണ് അല്ലേ? സൾഫർ 16. ഇത് 2 നമ്മൾ പഠിക്കണം കേട്ടോ. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം നമ്മൾ പഠിക്കാം. ഓമനിയുടെ സാരി സെക്കൻഡ് കൊണ്ട് ടെൻഡുൽക്കർ പൊക്കി, അടിച്ചു പറ്റി. ഓക്കെ, ഓമനിയുടെ സാരി സെക്കൻഡ് കൊണ്ട് ടെൻഡുൽക്കർ പൊക്കി അല്ലേ? നോക്കുക, പഠിച്ചോ? ഉറക്കം വിളിച്ചു പറഞ്ഞ ആരും കേൾക്കും. ഓക്കെ, എന്താ പറയുക? ഓമനിയുടെ സാരി സെക്കൻഡ് കൊണ്ട് ടെൻഡുൽക്കർ പൊക്കി, അടിച്ചു മാറ്റി. ഓക്കെ, റെഡി? നോക്കുക, ഞാൻ പറഞ്ഞു 16ാമത്തെ ഗ്രൂപ്പിന്റെ എലമെന്റ്സ് ആരൊക്കെയാ? ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഓക്കെ, ഈ ഗ്രൂപ്പ് പഠിച്ചു എല്ലാവരും. നോക്കുക, പീരിയോഡിക് ടേബിളാണ് നമ്മൾ പഠിക്കാൻ പോകണട്ടാ. അതായത് പീരിയോഡിക് ടേബിൾ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് നോക്കാം, ഇത്ര ഷോർട്ട് കട്ടോട് കൂടി പറയുന്നത്. നോക്കുക, നമുക്ക് ആരുടെ മുന്നിൽ പോയിട്ട് മെയിൻ ആവാൻ പറ്റും, സ്കൂളൊക്കെ പോയിട്ട് മെയിൻ ആവാൻ പറ്റുന്ന കാര്യമാണ് എന്താ? പീരിയോഡിക് ടേബിളൊക്കെ എല്ലാം വളരെ ഈസി ആയിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മെയിൻ ആവും. എല്ലാം ആർക്കും അറിയില്ല അത്. നോക്കുക, ഞാൻ പറഞ്ഞതാ, ഓമനയുടെ സാരി സെക്കൻഡ് കൊണ്ട് ടെൻഡുൽക്കർ പൊക്കി. നോക്കുക, ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഓക്കെ, നോക്കുക, 16ാം ഗ്രൂപ്പ് പഠിച്ചില്ല എല്ലാവരും? നോക്കുക, ഓരോ ഗ്രൂപ്പും ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടുകൾ എല്ലാവരും എഴുതി വെക്കണം കേട്ടാ അല്ലേ? ഓരോ ഷോർട്ട് കട്ടും എഴുതി വെക്കുക, അത് ആലോചിക്കുക, എലമെന്റിന്റെ പേര് മനസ്സിൽ കാണുക. ഓക്കെ, അടുത്ത 17ാമത്തെ ഗ്രൂപ്പ് കണ്ട? യെസ്, 17. നോക്കാം, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഞാൻ സ്പീഡ് പറഞ്ഞൂല്ലേ? ഒന്ന് സ്മെല്ല പറയാല്ലേ? ഫ്ലോറിൻ, ക്ലോറിൻ എഴുതിയ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞേ. ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9, ക്ലോറിൻ 17. അത് നമുക്ക് 2 അറിയണം വേണ്ടേ? നമുക്ക് ഇനി ഇവിടെ എഴുതാൻ മനസ്സിലാ അല്ലേ? 33, 34, 35 അല്ലേ? ഈ ഗ്രൂപ്പ് എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫ്ലൂറിനും കേട്ടിട്ടുണ്ടാവും, ക്ലോറിൻ കേട്ടിട്ടുണ്ടാവും, ബ്രോമിൻ, അയഡിൻ ഉപ്പ് അത് കേട്ടിട്ടുണ്ടല്ലേ? അസ്റ്റാറ്റിൻ എന്ന് മാത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? നോക്കുക, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ, പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ അല്ലേ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ, റെഡി? എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇന്നത് പെട്ടെന്ന് തലേ കയറുള്ളൂ. നമുക്ക് ഷോർട്ട് കട്ട് പറയല്ലേ? ഫസീല, FI അല്ലേ? ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോൾ അന്തം വിട്ടുപോയി. ഫസീല ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോൾ അന്തം വിട്ടുപോയി. ഈ ഷോർട്ട് കട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഫസീല ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോൾ അന്തം വിട്ടുപോയി. ഇത് എഴുതി വെച്ചോളൂട്ടാ. ഈ ഷോർട്ട് കട്ട് മാത്രമേ എഴുതിക്കണ്ടു. ഫസീല ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോൾ അന്തം വിട്ടുപോയി. ഓക്കെ, അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പിലെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഹാലോജൻസ് എന്ന് വിളിക്കും കേട്ടോ. വിളിക്കുക ഹാലോജൻസ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പ് വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് 18ാമത്തെ ഗ്രൂപ്പ് കേട്ടോ. യെസ്, ഈ പീരിയോഡിക് ടേബിളിലെ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നു. ഹീലിയം, നോബിൾ ഗ്യാസ് ആട്ടോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. അല്ല, 18ാം ഗ്രൂപ്പ് നോബിൾ ഗ്യാസുകൾ എന്ന് വിളിക്കും, കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഇത് എന്തായാലും പഠിക്കണം നമുക്ക് കേട്ടാ. നമുക്ക് എന്നും ആവശ്യമുള്ള സാധനം ഏതൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. അറ്റോമിക് നമ്പർ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയെന്ന് അറിയോ? 2. ഇത് 10, ഇത് 18, 36. ആവശ്യം നമുക്ക്. ഓക്കെ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഒന്നുകൂടി പറഞ്ഞേ, റിപ്പീറ്റ് ചെയ്ത് പറ. ഹലോ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഒന്നുകൂടി പറഞ്ഞേ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഓക്കെ, നമുക്ക് ഷോർട്ട് കട്ട് പറയല്ലേ? ഹേ, നീ ആരാ? കൃഷ്ണനോ
സീതയോ അതോ രാമനോ? റെഡി? ഒന്നുകൂടി പറഞ്ഞേ. ഹലോ, ഹേ, നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? എന്താ പറയാ? ഹേ, നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? ഓക്കെ അല്ലേ? നോക്കാം, ഞാൻ ഇത്ര എലമെന്റ് അറ്റോമിക് നമ്പറൊക്കെ ഒപ്പം എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കാം, നമുക്ക് ഏകദേശം ഒരു 30 അറ്റോമിക് നമ്പർ വരെ അറിയണം. അപ്പോൾ ഇനി ഇത് മുതൽ നോക്കാം, സ്കാൻഡിയം മുതൽ സിങ്ക് വരെ ഇനി പറയാത്തുള്ളൂ. അപ്പോൾ അത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം, ഒന്നുകൂടി പറഞ്ഞു വരാം. നോക്കാം, ഏതൊക്കെയാ? ഹൈഡ്രജൻ നോക്കുക, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇത് നമ്മൾ പഠിച്ചാലേ. ഇത് മുതൽ നമ്മളിതാ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ ഇതുവരെ പഠിച്ചു. എല്ലാവരുടെയും ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് ഒന്നുകൂടി പറയാം. അതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം, ഈ എലമെന്റ് കൂടി പറഞ്ഞിട്ട് ഈ പീരീഡ് ഇങ്ങനെ കൂടി പഠിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. ഓക്കെ, അറ്റോമിക് നമ്പർ 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഒന്ന് നോക്കാം, ഓരോ എലമെന്റ് പേര് നമുക്കൊന്ന് പറയാം. ഇങ്ങനെ സ്കാൻഡിയം, ടൈറ്റാനിയം. എഴുതണ്ടോ? ഒന്നുകൂടി എഴുതിയേ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, Fe, അയേൺ. എല്ലാവർക്കും അറിയാം അയേൺ എന്ന് പറഞ്ഞാൽ ഫെറം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. അയേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഇരുമ്പ അല്ലേ? ഫെറം. ഓക്കെ, അയേൺ, ഫെറം. ഓക്കെ, ലാറ്റിൻ നെയിമാണ് ഫെറം, അതാണ് Fe ട്ടാ. നോക്കാം, അയേണിന്റെ ലാറ്റിൻ നെയിമാണ് ഫെറം. നോക്കാം, കൊബാൾട്ട്, ഇംഗ്ലീഷിൽ കോബൽറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, Cu ഉണ്ടോ? Cu എന്ന് പറഞ്ഞാൽ കോപ്പർ അല്ലേ? അതിന്റെ ലാറ്റിൻ നെയിമാണ് കുപ്രം. എന്താ? കുപ്രം. അടുത്ത സിങ്ക്, സിങ്ക് തന്നെ. ഓക്കെ, സിങ്ക്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഷോർട്ട് കട്ട് വേണോ അല്ലേ? ഇങ്ങനെയായിട്ട് പഠിക്കുക. 10 എലമെന്റ് ഉണ്ട് അല്ലേ? ഒരു വലിയ ഷോർട്ട് കട്ട് പറയാട്ടാ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. നോക്കോളൂ, സ്കൂൾ ടീച്ചേഴ്സ്. ആഹാ, വെരി ക്രൂവൽ മെൻ. സന്തോഷമായി അല്ലേ? സ്കൂൾ ടീച്ചേഴ്സ്, വെരി ക്രൂവൽ മെൻ. Fe എന്ന് പറഞ്ഞാൽ അയൺ അല്ലേ? അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. അയൺ എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് പറയാം അല്ലേ? അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. റെഡി? നോക്കാം, സ്കൂൾ ടീച്ചേഴ്സ്, വെരി ക്രൂവൽ മെൻ. അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. വേറെ ഷോർട്ട് കട്ട് കൂടി പറഞ്ഞിട്ട് പറയാം. സ്കൂൾ ടീച്ചേഴ്സ്, വെരി ക്രൂവൽ മെൻ. ഫീക്കോ നീക്കു സിംഗ് എന്ന് പറയാം. എന്താ പറയാ? എന്താ പറയാ? എന്ന് പറഞ്ഞേ, ഫീക്കോ നീക്കു സിംഗ്. സ്കൂൾ ടീച്ചേഴ്സ്, വെരി ക്രൂവൽ മെൻ. അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. സെറ്റാണ് എല്ലാവർക്കും? സ്കൂൾ ടീച്ചേഴ്സ്, വെരി ക്രൂവൽ മെൻ. അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. ഇത് നമ്മൾ പഠിക്കണം 30 വരെ. നമ്മൾ ഈ പീരിയോഡിക് ടേബിളിൽ നോക്കാം, എത്രയോ എലമെന്റ്സിന്റെ പേര് ഇപ്പൊ നമ്മൾ ഒരു 10-15 മിനിറ്റിനോട് പഠിച്ചില്ലേ? നമുക്ക് ഒന്നുകൂടി പറയാം. എലമെന്റ്സിന്റെ പേര് ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കാം, ശ്രദ്ധിച്ചോളാം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രണ്ട്സ്. എൻ്റെ ഒപ്പം ഒരുമിച്ച് പറയട്ടെ എല്ലാവരും. റെഡി? 1, 2, 3 സ്റ്റാർട്ട്. റെഡി? ഇതാ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഓക്കെ, ഷോർട്ട് കട്ട് എന്താ? പറഞ്ഞോ, ഉറക്കെ പറയേ. ഇതാ ഹലോ, അതന്നെ ഹലോ, ലൈനക്ക്, റോബർട്ട്, ക്ലോസ് ഫ്രണ്ട്. സെറ്റായി. ഓക്കെ അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? റെഡി? അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പേര് ഒന്ന് പറഞ്ഞേ. പേരിടയ്ക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് പറയാം. ബെർലിയം, ഓക്കെ, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. റെഡി? ഒന്നുകൂടി പറഞ്ഞേ. ബെർലിയം, മഗ്നീഷ്യം, റെഡി? കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഷോർട്ട് കട്ട് എന്താ? ബെന്നിയുടെ. ഷോർട്ട് കട്ട് ഓർമ്മ ഉണ്ട് അല്ലേ? ബെന്നിയുടെ മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ 2 കിടന്നു. അതൊന്നുകൂടി പറഞ്ഞേ. ബെന്നിയുടെ മാജിക് കാറിന്റെ സ്ക്രൂ ബാറിൽ 2 കിടന്നു. സെറ്റ്. അടുത്ത 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഓക്കെ, ഒന്നുകൂടി പറയൂ എല്ലാവരും, മറക്കരുത് കേട്ടാ. ബോറോൺ, എല്ലാവരും എഴുതി വെക്കും കൂടി ചെയ്യട്ടാ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. സെറ്റ്. എന്താ ഷോർട്ട് കട്ട്? എന്താ? അതന്നെ. എന്താ? വന്ന് പറയേ. ബാബുവിന്റെ അലുവ. അതന്നെ. ബാബുവിന്റെ അലുവ. ബാക്കി പറഞ്ഞോ. ഗണേശൻ ഇന്നലെ തിന്നു. ബാബുവിന്റെ അലുവ ഗണേശൻ ഇന്നലെ തിന്നു. ഓക്കെ, ഇനി അടുത്ത 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലി. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. ഇതൊക്കെ കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. ഓക്കെ അല്ലേ? കാർബൺ,
സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്. നോക്കുക, രണ്ടിന് ലാറ്റിൻ നെയിം ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? ടിന്നും ലെഡും അല്ലേ? ടിന്നിന് എന്തായിരുന്നു? സ്റ്റാനം. ലെഡിന് എന്താ? പ്ലംബം. മറന്നിട്ടില്ല എല്ലാവരും? എന്തൊക്കെയാ? ടിന്നിന്റെ സ്റ്റാനം, മറ്റത് പ്ലംബം. ഓക്കെ, ഇനി നമ്മൾ ഷോർട്ട് കട്ട് എന്താ? കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജീൻസ് കൊണ്ട് ടിന്നിനുള്ള ലെഡ് പൊതിഞ്ഞു. എന്തൊക്കെയാ ഒന്നുകൂടി പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ. എന്താ? കുറുപ്പിന്റെ സിൽക്ക് കൊണ്ടുള്ള ജീൻസ് കൊണ്ട് ടിന്നിലുള്ള ലെഡ് പൊതിഞ്ഞു. ഓക്കെ, റെഡി? ലെഡിന്റെ ഒരു കാര്യം. അടുത്ത നോക്കാം, 17ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി അല്ലേ? ഏതൊക്കെയാ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, Sb, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. ആന്റിമണിന്റെ ലാറ്റിൻ നെയിം എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞോ? ഏതാ? സ്റ്റിബിയം. അതാണ് കറക്റ്റ്, സ്റ്റിബിയം. അതാണ് Sb ട്ടാ. അപ്പൊ എന്റെ ഷോർട്ട് കട്ട് നിവിൻ പോളി ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ ആക്ഷൻ ഹീറോ ബിജു. അടിപൊളി പടല്ലേ? ഓക്കെ ഓക്കെ, നിവിൻ പോളി ആസ് എ സബ് ഇൻസ്പെക്ടർ ഇൻ ആക്ഷൻ ഹീറോ ബിജു. 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി. നമ്മൾ ശ്വാസകോശം നോക്കുക. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഓമനയുടെ സാരി സെക്കൻഡ് കൊണ്ട് ടെണ്ടുൽക്കർ പൊക്കി. അടിച്ചു പറ്റിയതാട്ടാ, തെറ്റിദ്ധരിക്കണ്ട. ഓമനയുടെ സാരി സെക്കൻഡ് കൊണ്ട് ടെണ്ടുൽക്കർ പൊക്കി. ഓക്കെ, റെഡി? അടുത്തത് 17ാമത്തെ ഗ്രൂപ്പ് ഹാലജൻസ്. കേട്ടിട്ടുണ്ടാവില്ലേ ഹാലജൻസ്? ഓക്കെ, ആ 17ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ. ഫ്ലോറിൻ. പറഞ്ഞു ഓർക്കേ, എൻ്റെ ഒപ്പം പറയാം. ഫ്ലോറിൻ, ക്ലോറിൻ. എല്ലാവർക്കും അറിയാവുന്നല്ലേ? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അവസാനത്തെ എലമെന്റ് ആണ് പറയാൻ പറഞ്ഞോ? അസ്റ്റാറ്റിൻ. എന്താ? അസ്റ്റാറ്റിൻ. എന്താ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഫസീല ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോൾ അന്തം വിട്ടുപോയി. എന്താ? ഫസീല ക്ലാസ്സിൽ ബോറടിച്ചിരുന്നപ്പോൾ അന്തം വിട്ടുപോയി. ക്ലിയർ അല്ലേ? 17ാമത്തെ ഗ്രൂപ്പ് ഓക്കെ ആണോ? റെഡി അല്ലേ? 18. ഇതിന്റെ പേരെന്താ? നോബിൾ ഗ്യാസസ്. എന്താ എന്ന് പറഞ്ഞേ? നോബിൾ ഗ്യാസ്. മറക്കരുതിട്ട പേരൊക്കെ. ഇപ്പോൾ ചിലപ്പോൾ അവിടെ അങ്ങോട്ടും കൂടെ ഒക്കെ തലയൊക്കെ തിരിഞ്ഞു വരും. ഒക്കെ ഒന്ന് എഴുതി വെക്കുക, അപ്പോൾ ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഏതാ 18ാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? നോബിൾ ഗ്യാസസ്. എങ്ങനെയാ പേരിടുക? H എന്ന് പറഞ്ഞാൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഒന്നുകൂടി പറയാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. എന്താ? ഹേ, നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ? ഓക്കെ അല്ലേ? ഇനി ഇങ്ങോട്ട് പഠിച്ചു അല്ലേ? ഏതൊക്കെയാ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അതിൽ 2 ലാറ്റിൻ നെയിം നമ്മൾ പഠിച്ചു അല്ലേ? ഇത് അയേൺ എന്താ? ഫെറം, കോപ്പർ കുപ്രം അല്ലേ? 2 മെറ്റൽസ് നമുക്ക് അറിയാവുന്ന അല്ലേ? ഇതാ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. സ്കൂൾ ടീച്ചേഴ്സ് വെരി ക്രൂവൽ മെൻ എന്ന് പറഞ്ഞേ. സ്കൂൾ ടീച്ചേഴ്സ് വെരി ക്രൂവൽ മെൻ. അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. എന്താ പറഞ്ഞേ? അയ്യോ കൊന്നേ നിമ്മിനെ കുത്തിയേ സിംഗ്. മക്കളെ, നമ്മൾ പീരിയോഡിക് ടേബിൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പഠിച്ചു. ഒരു +2 വരെ പഠിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു പഠിക്കുക. കാണപ്പാടല്ല, എങ്ങനെ ഷോർട്ട് കട്ടൊക്കെ വെച്ചിട്ട് എങ്ങനെ എലമെൻ്റ് പേരൊക്കെ ഒന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവും? ഇതൊരിക്കലും മറക്കില്ല. ജീവിതത്തിൽ എന്നും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണിത്. ഇത്രയും ഷോർട്ട് കട്ടോട് കൂടിയിട്ടാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നല്ലപോലെ പഠിക്കുക. നല്ലപോലെ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. എല്ലാവരും നല്ല ഉഷാറുള്ള കുട്ടികളാണ്. എല്ലാവർക്കും ബൈ ബൈ.